എല്ലാവർക്കും അറിയേണ്ടത് ശരീരം വിയർക്കാതെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് ഏതാണ്? എല്ലാവർക്കും വണ്ണം കുറയ്ക്കണം, വെയിറ്റ് കുറയ്ക്കണം, ഫാറ്റ് ലൂസ് ചെയ്യണം, പക്ഷേ കഷ്ടപ്പെടാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു എക്സസൈസ് ഉണ്ടെങ്കിലോ? ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതിനെ എക്സസൈസ് പോലും പറയാൻ പറ്റില്ല, പക്ഷേ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന അധിക ബെനിഫിറ്റ്സും ഈ ഒരു സിമ്പിൾ നിങ്ങളുടെ ബോഡി മൂവ്മെൻറ്റിനെ കൊണ്ട് കിട്ടാവുന്നതാണ്. അതെന്താ നമുക്ക് നോക്കാം. സോ വെൽക്കം ബാക്ക് ടു ഡോഫഡി. നമുക്ക് തുടങ്ങാം. എല്ലാവർക്കും എക്സസൈസ് ചെയ്യാൻ മടിയാണ്, പ്രത്യേകിച്ച് നമ്മളുടെ മസിലിനെ ട്രെയിൻ ചെയ്യുന്ന എക്സസൈസ്. മസിലിൻ്റെ സൈസ് വലുതാവുന്നതിനനുസരിച്ച് തന്നെ എക്സസൈസിൻ്റെ കാഠിന്യം കൂടും. പെട്ടെന്ന് നമുക്ക് വേദനയാവുന്നതിനനുസരിച്ച് തന്നെ നമ്മൾ ആ എക്സസൈസ് പെട്ടെന്ന് നിർത്താനും ചാൻസസ് ഉണ്ട്. പിന്നെ നമ്മൾ ആ ഭാഗത്തേക്കേ തിരിഞ്ഞു നോക്കാറില്ല. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസാണ്. വളരെ ചെറിയൊരു മസിലിനെയാണ് നമ്മൾ മൂവ് ചെയ്യിപ്പിക്കുന്നത്, കൺട്രാക്ട് ചെയ്യിപ്പിക്കുന്നത്. ഹ്യൂസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ നടത്തിയിട്ടുള്ള ഒരു സ്റ്റഡീനെ ആസ്പദമാക്കിയിട്ടാണ് ഈ ഒരു എക്സസൈസിന് ഇത്രയും ഇഫക്റ്റ് ഉണ്ടെന്നുള്ള കാര്യം കണ്ടുപിടിച്ചത്. സത്യം പറഞ്ഞാൽ ഇതിനൊരു എക്സസൈസ് എന്ന് പോലും പറയാൻ സാധിക്കില്ല, കാരണം അത് അത്രയും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ബോഡി മൂവ്മെൻ്റ് ആണ്. സ്റ്റഡിയിൽ അവർ കണ്ടുപിടിച്ചിട്ടുള്ളത് ഈ ഒരു ചെറിയ ബോഡി മൂവ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ ഗ്ലൂക്കോസ് മെറ്റബോളിസം, അതായത് രക്തത്തിലുള്ള ഷുഗറിൻ്റെ അളവ്, അതിൻ്റെ ബാലൻസ്, ഇതൊക്കെ കൃത്യമായി നിലനിർത്താൻ അത് സഹായിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് പ്രമേഹ രോഗികൾക്ക് മാത്രമാണെന്ന്. അവർക്ക് മാത്രമല്ല, ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാതിരിക്കാനും നമ്മളുടെ ഫാറ്റ്, രക്തത്തിലുള്ള കൊളസ്ട്രോളിൻ്റെ അളവ് നോർമൽ ലെവലിൽ നിർത്താനും എല്ലാത്തിനും ഈ ഒരു ചെറിയ മൂവ്മെൻറ്റ് വളരെ എളുപ്പത്തിൽ സഹായിക്കുന്നതാണ്. ഇനി കൂടുതൽ സസ്പെൻസ് ഒന്നുമില്ല, അത് ഏത് മസിലാന്ന് പറയാം. മസിലിൻ്റെ പേര് സോളിയസ് എന്നാണ്. SOLEUS എന്നാണ് അതിൻ്റെ സ്പെല്ലിംഗ്. ഇതൊരു വലിയ നീളമുള്ള മസിലാണ്. നമ്മളുടെ കാലിലാണ് ഉള്ളത്. നിങ്ങൾക്ക് കാഫ് മസിൽ അറിയാമെന്നുണ്ടെങ്കിൽ ആ കാഫ് മസിലിൻ്റെ കുറച്ച് ഡീപ്പായിട്ടുള്ള മസിലാണ് സോളിയസ് എന്ന് പറയുന്നത്. ഇത് നീളം കൂടുതലുമാണ്, ഇത് കുറച്ച് വൈഡാണ്. പക്ഷെ നമ്മളുടെ കംപ്ലീറ്റ് മസിൽ മാസിനെ നോക്കുകയാണെങ്കിൽ വെറും 1% മാത്രമേ സോളിയസ് എന്ന് പറഞ്ഞാൽ വരുന്നുള്ളൂ. നമ്മളെ രണ്ട് കാലിലും സോളിയസ് എന്ന് പറയുന്ന മസിലുണ്ട്. ഇനി ഈ സോളിയസ് എന്ന് പറയുന്ന മസിലിൻ്റെ പ്രത്യേകത എന്താണെന്നും കൂടി പറയാം. ഇതൊരു സ്പെഷ്യലായിട്ടുള്ള മസിലാണ്, കാരണം ഈ മസിൽ ഉണ്ടാക്കിയിരിക്കുന്നത് സ്ലോ ട്വിച്ച് മസിൽ ഫൈബേഴ്സ് ഉപയോഗിച്ചിട്ടാണ്. സ്ലോ ട്വിച്ച് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ട് പേടിക്കണ്ട. സ്ലോ ട്വിച്ച് എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും റിപ്പീറ്റഡായി നമുക്ക് പല പ്രാവശ്യം ഉപയോഗിക്കാൻ വേണ്ടി, കണ്ടിന്യൂസ്ലി ഉപയോഗിക്കാൻ വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള മസിൽ ഫൈബേഴ്സാണ് സ്ലോ ട്വിച്ച് മസിൽ ഫൈബേഴ്സ്. അപ്പോൾ അത് കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഒരു മസിലാണ് സോളിയസ് എന്ന് പറയുന്നത്. ഈ ഒരു മസിൽ അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ എണീറ്റ് നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിൽക്കുന്ന സമയത്ത്, നടക്കുന്ന സമയത്ത് നമ്മളുടെ ബോഡീനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി ഈ ഒരു മസിൽ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. സോളിയസ് എന്ന് പറയുന്ന മസിൽ നിങ്ങൾ ഒരു ദിവസം മുഴുവൻ നടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ദിവസം മുഴുവൻ ഈ മസിൽ ഉപയോഗിക്കുകയാണെങ്കിൽ പോലും നമുക്ക് വേദനയെ എടുക്കില്ല. നമുക്ക് വീണ്ടും വീണ്ടും കണ്ടിന്യൂസ്ലി ഇത് എത്ര നേരം വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു മസിലാണ് സോളിയസ് എന്ന് പറയുന്നത്. സോളിയസിനെ പ്രത്യേകം മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ മറ്റു തരത്തിലുള്ള മസിൽസിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മളുടെ ബോഡിയിലുള്ള മറ്റു മസിൽസിൻ്റെ പേര് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും. കയ്യിലുള്ള ബൈസെപ്സ് ഉണ്ട്, കൈയിൻ്റെ ബാക്ക് സൈഡിൽ ട്രൈസെപ്സ് ഉണ്ട്, ചെസ്റ്റിൽ പെക്ടറൽസ് എന്ന് പറയുന്ന മസിൽസ് ഉണ്ട്. ഇതൊക്കെ ഫാസ്റ്റ് ട്വിച്ച് മസിൽ ഫൈബേഴ്സ് ഉപയോഗിച്ചിട്ടാണ് കൂടുതലായിട്ടും ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഫാസ്റ്റ് ട്വിച്ചിങ് ഫൈബേഴ്സ് ആണെങ്കിൽ ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സമയം നമുക്ക് ഉപയോഗിക്കാം, പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ ആ മസിലിന് വേദന വന്നു തുടങ്ങും. ആ മസിൽ പിന്നീട് ഉപയോഗിക്കാൻ സാധിക്കില്ല. നിങ്ങൾ സാധാരണ രീതിയിൽ ജിമ്മിലൊക്കെ പോയി, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ 10 കിലോൻ്റെ ഡംബിൾസാണ് പൊന്തിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു 30-40 റെപ്പറ്റീഷൻസ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ആ 10 കിലോ എന്നുള്ളത് കുറച്ചു 1 കിലോൻ്റെ വെയിറ്റ് ആക്കി. അങ്ങനെ വെയിറ്റ് കുറച്ചിട്ട് എന്നിട്ട് നിങ്ങൾ ബൈസെപ്സ് കേൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ 1 കിലോനെ കൊണ്ട് നിങ്ങൾക്ക് കൂടിപ്പോയാൽ ഒരു 100, 200, ചില ആൾക്കാർക്ക് 500, 1000 ഇത്രയൊക്കെ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ 500 ഇത്തരത്തിലുള്ള കേൾസ്, റെപ്പറ്റീഷൻസ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അത് എത്ര കുറഞ്ഞ വെയിറ്റ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ആ മസിലിൻ്റെ ആ ഭാഗത്ത് വേദന ഉണ്ടാവും, സോർനെസ് ഉണ്ടാവും, മസിൽ ടയേർഡാവും, ഫെറ്റീഗ്ഡ് ആവും. നിങ്ങൾക്ക് ആ എക്സസൈസ് നിർത്തേണ്ടി വരും. ഇതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ട്വിച്ച് മസിൽ ഫൈബേഴ്സ് കണ്ടിന്യൂസ് മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടോ കണ്ടിന്യൂസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ല ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സോളിയസ് മസിലാണ്. അതൊരു സ്ലോ ട്വിച്ചിങ് ഫൈബർ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന മസിലാണ്. നിങ്ങൾ ബോഡി ബിൽഡിംഗ് ഒക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് മസിലിൻ്റെ സൈസ് വലുതാക്കാനാണ് താല്പര്യമെങ്കിൽ, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ സയൻറ്റിഫിക് ബേസിസ് എന്താണെന്ന് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെ കാണാം. തീർച്ചയായിട്ടും കാണുക. അപ്പോൾ മസിൽ സോളിയസ് ആണെന്ന് പറഞ്ഞു. ഇനി ഈ എക്സസൈസ് ആർക്കൊക്കെയാണ് കൂടുതൽ ഹെൽപ്ഫുൾ ആവുകയെന്നും കൂടി പറയാം. കൂടുതൽ സമയം വീട്ടിലിരിക്കുന്നവർക്ക്, നല്ല അമിതവണ്ണമുള്ളവർക്ക്, പ്രത്യേകിച്ചും സ്ത്രീകൾക്ക്, പ്രായം കൂടുതലുള്ള ആൾക്കാർക്ക്, എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യാത്തവർക്ക്, അല്ലെങ്കിൽ ഇതുവരെ എക്സസൈസ് ചെയ്ത് തുടങ്ങാത്തവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. സാധാരണ രീതിയിലുള്ള എക്സസൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക്, അത് എന്തെങ്കിലും തരത്തിലുള്ള ഫിസിക്കൽ ഹാൻഡിക്യാപ്പ് ആണെങ്കിൽ പോലും കാലിന് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ
ഈ ഒരു എക്സസൈസ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ കൂടുതൽ സമയം ഇരുന്നിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിലും ഈ ഒരു എക്സസൈസ് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി ഈ എക്സസൈസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയുന്നതിന് മുമ്പേ നമുക്ക് ആദ്യം നമ്മളുടെ രക്തത്തിലുള്ള ഷുഗറിൻ്റെ മെറ്റബോളിസത്തിനെ കുറിച്ച് പറയാം. നമ്മൾ എന്ത് രീതിയിലുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും അതിലുള്ള കാർബോഹൈഡ്രേറ്റ്സ് അത് ബ്രേക്ക് ഡൗൺ ചെയ്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഏറ്റവും ചെറിയ സ്മോൾ പീസസിനെയാണ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. ഇത് ഗ്ലൂക്കോസിൻ്റെ അളവ് മെല്ലെ രക്തത്തിൽ കൂടി വരും. പക്ഷെ സാധാരണ ഒരു മനുഷ്യന് ഈ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടിയിട്ടുണ്ടെങ്കിൽ പോലും കുറച്ച് കഴിഞ്ഞാൽ അത് മെല്ലെ മെല്ലെ കുറഞ്ഞു വന്നോളും, നോർമൽ റേഞ്ചിലേക്ക് എത്തും. ഇങ്ങനെ ഗ്ലൂക്കോസിൻ്റെ ലെവൽ കുറയ്ക്കുന്ന ഹോർമോണിൻ്റെ പേരാണ് ഇൻസുലിൻ. ഇൻസുലിൻ്റെ പ്രധാന ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തത്തിലുള്ള ഗ്ലൂക്കോസിനെ എവിടേക്കാണോ ഗ്ലൂക്കോസ് ആവശ്യമുള്ളത്, നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ കോശങ്ങൾക്കും ഗ്ലൂക്കോസ് വേണം എനർജി ഉണ്ടാക്കാൻ, അങ്ങോട്ട് എത്തിക്കുന്ന ജോലി ഇൻസുലിൻ്റേതാണ്. പക്ഷേ പ്രമേഹമുള്ള രോഗികൾക്ക് ഈ ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ അത് ഒന്നിക്കൽ തീരെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഉള്ള ഇൻസുലിൻ കൃത്യമായിട്ടും വർക്ക് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഗ്ലൂക്കോസിൻ്റെ അളവ് അവർക്ക് കൂടും. കൂടിയ ഗ്ലൂക്കോസിൻ്റെ ലെവല് ചിലപ്പം മാക്സിമം കൂടുന്നതിനേക്കാളും മുകളിലേക്ക് പോകും. അതും അല്ലെങ്കിൽ കൂടി നിൽക്കുന്ന ഗ്ലൂക്കോസിൻ്റെ ലെവൽ കുറഞ്ഞു വരാതെ അങ്ങനെ തന്നെ നിൽക്കും. കാരണം വർക്ക് ചെയ്യാൻ ഇൻസുലിൻ ഇല്ല. ടൈപ്പ് 1 ഡയബറ്റീസ് മെലിറ്റസിലാണെന്നുണ്ടെങ്കിൽ ഇൻസുലിൻ തീരെ ഇല്ല. പാൻക്രിയാസിൽ നിന്നും ഇൻസുലിൻ തീരെ ഉൽപ്പാദിക്കുന്നില്ല. ടൈപ്പ് 2 ഡയബറ്റീസിലാണെങ്കിൽ ഇൻസുലിൻ ശരീരത്തിൽ ഉണ്ടെങ്കിൽ പോലും ആ ഇൻസുലിന് കൃത്യമായിട്ടും വർക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. ഈ ഒരു അവസ്ഥയാണ് പ്രമേഹമുള്ള രോഗികൾക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഷുഗറിൻ്റെ മെറ്റബോളിസം നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഷുഗറിൻ്റെ ലെവൽ കൂടുക വേണം. പക്ഷേ അത് വല്ലാതെ കൂടാൻ പാടില്ല. അങ്ങനെ കൂടി നിൽക്കുന്ന ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഷുഗറിൻ്റെ വാല്യൂ അങ്ങനെ തന്നെ കൂടി നിൽക്കരുത്, കുറേ നേരം നിൽക്കരുത്. കുറേ സമയത്തേക്ക് ഇങ്ങനെ കൂടി നിൽക്കുകയാണെങ്കിലും പ്രശ്നമാണ്, വല്ലാതെ കൂടി പോവുകയാണെന്നുണ്ടെങ്കിലുമാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഇൻസുലിനാണ്. ഷുഗറിൻ്റെ ലെവൽ കൂടുന്നതിനനുസരിച്ച് ഇൻസുലിൻ്റെ ലെവലും കൂടുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇനി നമുക്ക് എക്സസൈസിലേക്ക് വരാം. ഈ എക്സസൈസിൻ്റെ പേര് സോളിയസ് പുഷപ്സ് എന്നാണ്. സാധാരണ രീതിയിൽ നമ്മൾ കൈയിനെ കൊണ്ട് ചെയ്യുന്ന പുഷപ്സ് അല്ല, ഇത് സോളിയസ് മസിലിനെ ഉപയോഗിച്ച് ചെയ്യുന്ന പുഷപ്സ് ആണ്. അപ്പോൾ സോളിയസ് മസിൽ കാലിലാണ്, കാഫ് മസിൽസിലാണെന്ന് ഞാൻ പറഞ്ഞു. കാലിൻ്റെ ബാക്ക് സൈഡിലാണ് കാഫ് എന്ന് പറയുന്നത്. ഇനി എക്സസൈസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയാം. നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുമെങ്കിൽ ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസാണ് സോളിയസ് പുഷപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങളൊരു ചെയറിൽ ഇരിക്കുക. നിങ്ങളുടെ നീസ്, അതായത് കാൽമുട്ടിൻ്റെ നീ ജോയിൻറ്റ് 90 ഡിഗ്രി ബെൻഡ് ആയിരിക്കണം. കാല് രണ്ടും നിലത്ത് പതിഞ്ഞിരിക്കണം. രണ്ട് കാലിൻ്റെയും ബാക്ക് സൈഡ് അല്ലെങ്കിൽ ഹീലിൻ്റെ ഭാഗം ഒരുമിച്ച് പൊന്തിക്കുക. അങ്ങനെ പൊന്തിക്കുന്ന സമയത്ത് നിങ്ങളുടെ ടോസ് അല്ലെങ്കിൽ കാലിൻ്റെ വിരലുകൾ അത് അമർത്തി താഴേക്ക് ഗ്രൗണ്ടിലേക്ക് പുഷ് ചെയ്യുക. ഇതാണ് ഒരു മൂവ്മെൻറ്റ്. തിരിച്ച് നിങ്ങളുടെ കാല് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് ഒരു പുഷപ്പ് കഴിഞ്ഞു. ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ടും ചെയ്യുന്ന മൂവ്മെൻറ്റിനെയാണ് നമ്മൾ സോളിയസ് പുഷപ്സ് എന്ന് പറയുന്നത്. ഇനി ഈ സ്റ്റഡി നടത്തിയ സമയത്ത് ഇവർ സ്ത്രീകളെയും പുരുഷന്മാരെയും പലതരത്തിലുള്ള ആൾക്കാരെയും സ്റ്റഡിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അമിതവണ്ണമുള്ളവരും വെയിറ്റ് നോർമൽ റേഞ്ച് ഉള്ളവർക്കും ഷുഗർ കൂടി നിൽക്കുന്നവർക്കും എല്ലാവരും ഈ സ്റ്റഡിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇവർ കണ്ടുപിടിച്ചത് ഇത്തരത്തിലുള്ള സോളിയസ് പുഷപ്സ്, ഇങ്ങനെ കാല് പൊന്തിക്കുക താഴ്ത്തുക, ഈ ഒരു മൂവ്മെൻറ്റ് ഇരുന്നുകൊണ്ട് ഒരു ദിവസം 270 മിനിറ്റ് വരെ, അതായത് ഏകദേശം 4.5 മണിക്കൂർ വരെയൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാർക്കാണ് കൂടുതലും ബെനിഫിറ്റ് കണ്ടിട്ടുള്ളത്. ഇത് കണ്ടിന്യൂസ്ലി അല്ല, ഒരു ദിവസത്തിൽ ഒരു 15-20 മിനിറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ബ്രേക്ക്, പിന്നെ അവർക്ക് വീണ്ടും സമയം കിട്ടുമ്പോൾ വീണ്ടും ഇതേപോലെ ഒരു 30 മിനിറ്റ്, ഇങ്ങനെ ഒരു ദിവസം കുറേ ബ്രേക്ക് എടുത്തതിന് ശേഷം ചെയ്ത് തീർത്തിട്ടാണ് 4.5 മണിക്കൂർ വരെയൊക്കെ ഇവർ സോളിയസ് പുഷപ്സ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ സോളിയസ് പുഷപ്സ് ചെയ്തവർക്ക് അവരുടെ ഷുഗർ മെറ്റബോളിസം, അതായത് ഗ്ലൂക്കോസിൻ്റെ ലെവൽ നോർമൽ റേഞ്ചിലേക്ക് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോർമൽ റേഞ്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് പ്രമേഹ രോഗികൾക്ക് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അവർക്ക് മരുന്നിൻ്റെ ഡോസ് കുറയ്ക്കാം, ഇൻസുലിൻ വേണമെങ്കിൽ ഒഴിവാക്കാം, ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാതെ നോക്കാം, കൊളസ്ട്രോളിൻ്റെ ലെവൽ നോർമലാക്കി നിർത്താം. പലതരത്തിലുള്ള ബെനിഫിറ്റ്സ് ആയിരുന്നു ഇവർക്ക് കണ്ടുവന്നത്. ഭക്ഷണം കഴിച്ചതിന് ശേഷം പെട്ടെന്ന് രക്തത്തിൽ ഷുഗറിൻ്റെ അളവ് കൂടിപ്പോകുന്നതിനെയാണ് നമ്മൾ പോസ്റ്റ് പ്രാൻഡിയൽ സർജ് ഇൻ ബ്ലഡ് ഷുഗർ എന്ന് പറയുന്നത്. സ്റ്റഡിയിൽ കണ്ടുപിടിച്ചിട്ടുള്ളത് സോളിയസ് പുഷപ്സ് ചെയ്തവർക്ക് ഇങ്ങനെ ഭക്ഷണം കഴിച്ച ഉടനെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടി പോകുന്നത് 52% കുറവായിരുന്നു എന്നാണ് സോളിയസ് പുഷപ്സ് ചെയ്യാത്തവരെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ. അതുപോലെ തന്നെയാണ് ഇൻസുലിൻ്റെ അളവ് കൂടി നിൽക്കുന്ന അവസ്ഥ. ഇതിനെ ഹൈപ്പർ ഇൻസുലിനീമിയ എന്നാണ് പറയുന്നത്. നമ്മളുടെ രക്തത്തിലുള്ള ഷുഗറിൻ്റെ അളവ് കുറേ സമയം കൂടി നിൽക്കുകയാണെങ്കിൽ മാത്രമാണ് ഇൻസുലിനും അതേപോലെ കൂടി വരുന്നത്. ഗ്ലൂക്കോസിൻ്റെ അളവും ഇൻസുലിൻ്റെ അളവും രണ്ടും കൂടി നിൽക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഹൈപ്പർ ഇൻസുലിനീമിയും സോളിയസ് പുഷപ്സ് ചെയ്തവർക്ക് 60% കുറവായിരുന്നു എന്നാണ് സ്റ്റഡിയിൽ കണ്ടുപിടിച്ചത്. ഈ പറഞ്ഞ എല്ലാ ബെനിഫിറ്റ്സും വെറും ചെറിയൊരു മസിൽ, അതായത് നമ്മളുടെ ബോഡി മാസിൻ്റെ 1% പോലും ഇല്ലാത്ത അത്രയും ചെറിയൊരു മസിലിനെ വർക്ക് ചെയ്യിപ്പിച്ചിട്ടാണ് കിട്ടുന്നത് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം.
അപ്പോൾ ഇനി ഈ എക്സസൈസ് ആരൊക്കെയാണ് ചെയ്യേണ്ടതെന്നും കൂടി പറയാം. ഇത് അമിതവണ്ണം ഉള്ളവർക്കോ അല്ലെങ്കിൽ പ്രമേഹ രോഗം അല്ലെങ്കിൽ ഡയബറ്റീസ് ഉള്ളവർ മാത്രമല്ല ചെയ്യേണ്ടത്. നിങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ പുറത്ത് നടക്കാനൊന്നും പോകുന്നില്ല, മറ്റു തരത്തിലുള്ള എക്സസൈസ് ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സസൈസ് എളുപ്പത്തിൽ ചെയ്യാം. നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് ഈ എക്സസൈസ് ചെയ്യാവുന്നതാണ്. സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും ഈ എക്സസൈസ് എളുപ്പത്തിൽ ചെയ്യാം. ടി വി കാണുന്ന സമയത്ത്, പേപ്പർ വായിക്കുന്ന സമയത്ത്, നിങ്ങളൊരു ക്ലാസ് റൂമിൽ ഇരിക്കുന്ന സമയത്ത്, ഓഫീസിലിരിക്കുന്ന സമയത്ത്, ഒരു ലോങ് ജേർണിക്ക് പോകുന്ന സമയത്ത്, ട്രെയിനിലോ ബസ്സിലോ കാർ ഓടിക്കുന്ന സമയത്ത് ഈ എക്സസൈസ് ചെയ്യരുത്. തുടക്കത്തിൽ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ശ്രദ്ധിക്കേണ്ടി വരും. എന്നാൽ മാത്രമേ ഇങ്ങനെ കാല് പൊന്തിക്കുന്നതും താത്തുന്ന കാര്യം നിങ്ങൾക്ക് ഓർമ്മ വരുള്ളൂ. പക്ഷെ അത് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ വെറും 66 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതൊരു ശീലമാക്കി മാറ്റാൻ പറ്റും. നിങ്ങൾക്ക് അതിനെക്കൊണ്ടുള്ള ബെനിഫിറ്റും മനസ്സിലായി തുടങ്ങും. ഇനി നിങ്ങൾ ഓൾറെഡി ജിമ്മിൽ പോകുന്നുണ്ട്, വീട്ടിൽ നിന്ന് മറ്റു തരത്തിലുള്ള എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് എക്സ്ട്രാ ഫിറ്റ്നസ്സിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഈ എക്സസൈസ് ചെയ്യാവുന്നതാണ്. നിങ്ങളൊരു സൂം മീറ്റിങ്ങിൻ്റെ ഇടയിലോ ഗൂഗിൾ മീറ്റിൻ്റെ ഇടയിലോ നിങ്ങൾ എന്തെങ്കിലും വായിക്കുന്ന സമയത്തോ ഈ സമയത്തൊക്കെ നിങ്ങൾക്ക് ഈ തരത്തിലുള്ള എക്സസൈസ് ചെയ്യാവുന്നതാണ്. ഇതിനൊരു എക്സസൈസ് ആയിട്ട് കാണേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കാല് ചെറുതായിട്ട് നിങ്ങൾ അനക്കുന്നു എന്ന് മാത്രം വിചാരിച്ചാൽ മതി. പക്ഷേ എക്സസൈസ് ചെയ്യുന്നതിനെ കൊണ്ട് കിട്ടുന്ന ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇനി എല്ലാവരും ഈ പറഞ്ഞ പോലെ എല്ലാ ദിവസവും 4.5 മണിക്കൂർ ചെയ്യണമെന്ന് ചോദിച്ചാൽ അതിൻ്റെയും ആവശ്യമില്ല. നിങ്ങൾ 1 മണിക്കൂറിന് താഴെ മാത്രം ചെയ്താൽ പോലും നിങ്ങൾക്കും ബെനിഫിറ്റ്സ് കിട്ടും. സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് എന്നുള്ളതൊക്കെ നിങ്ങൾ കേട്ടില്ല. അതേപോലെയാണ് എക്സസൈസിൻ്റെ കാര്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ സമയം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ബെനിഫിറ്റ് കിട്ടും. തീരെ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു തരത്തിലുള്ള ബെനിഫിറ്റും കിട്ടുന്നുമില്ല. സോളിയസ് പുഷപ്സ് ചെയ്യാൻ നിങ്ങൾക്ക് ഷൂസിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ എവിടെയാണെങ്കിൽ പോലും എവിടുന്ന് വേണമെങ്കിലും എളുപ്പത്തിൽ ചെയ്യാം. പ്രത്യേകിച്ച് എക്യുപ്മെൻറ്റ്സിൻ്റെയോ ഗാഡ്ജറ്റ്സിൻ്റെയോ പൈസ മുടക്കി ഒരു സാധനം വാങ്ങിക്കേണ്ട ആവശ്യം വരുന്നില്ല. എന്തിനു പറയുന്നു, നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ ചെയ്ത് തുടങ്ങാം. നിങ്ങൾ നടക്കുന്ന സമയത്തും സോളിയസ് മസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ കൂടുതലായിട്ടും വർക്ക് ചെയ്യുന്നത് കാഫ് മസിൽസ് ആണ്. കാഫ് മസിൽസിൻ്റെ മെയിൻ പാർട്ട് സോളിയസ് അല്ല, ഗാസ്ട്രോണിയമീസ് എന്ന് പറയുന്ന വേറൊരു മസിലാണ്. അപ്പോൾ അത് സോളിയസ് എന്ന് പറയുന്ന മസിലിൻ്റെ പുറം ഭാഗത്താണ് കാഫ് മസിൽ വരുന്നത്. കുറച്ചും കൂടി വലിയ മസിലാണ്. നമ്മൾ എണീറ്റ് നിൽക്കുന്ന സമയത്ത് ഹാർട്ടിൽ നിന്നും പമ്പ് ചെയ്യുന്ന ബ്ലഡ് കാലിലേക്ക് താഴേക്ക് വരാൻ എളുപ്പമാണ്. കാരണം ഹാർട്ടിൻ്റെ പമ്പിങ്ങും ഉണ്ട്, പോരാത്തതിന് ഗ്രാവിറ്റിയും വർക്ക് ചെയ്യും. പക്ഷേ കാലിൽ എത്തിയിരിക്കുന്ന ബ്ലഡിനെ തിരിച്ച് മുകളിലേക്ക് കയറ്റി കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഇത് ഗ്രാവിറ്റിക്ക് അഗെയിൻസ്റ്റ് ആണ് പമ്പ് ചെയ്യേണ്ടത്. അങ്ങനെ ഗ്രാവിറ്റിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് മുകളിലേക്ക് എണീറ്റ് നിൽക്കുന്ന സമയത്ത് ബ്ലഡിനെ പമ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കാലിൽ ശക്തമായിട്ടുള്ളൊരു പമ്പ് വേണം. അതുകൊണ്ടാണ് കാഫ് മസിലിനെ നമ്മളുടെ ബോഡിയിലെ 2ാമത്തെ ഹാർട്ട് അല്ലെങ്കിൽ സെക്കൻഡ് ഹാർട്ട് എന്ന് പറയുന്നത്. കാഫ് മസിലിനെ ഇങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നടക്കണം. അതുകൊണ്ടാണ് ഡോക്ടർമാർ നിങ്ങൾ എക്സസൈസ് ചെയ്ത് തുടങ്ങുമ്പോൾ നടന്നോളാൻ പറയുന്നത്. ഏതൊരാൾക്കും എളുപ്പത്തിൽ തുടങ്ങാൻ പറ്റുന്ന ഒരു എക്സസൈസാണ് നടത്തം. നടത്തത്തിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോ തീർച്ചയായിട്ടും കാണുക. ഇനി എനിക്കറിയേണ്ടത് നിങ്ങൾക്ക് ഒരു ദിവസം എത്ര സമയം സോളിയസ് പുഷപ്സ് ചെയ്യാൻ പറ്റും, ആ കാര്യം കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ ചാനലിൻ്റെ മെമ്പേഴ്സ് ആവുക. അതിന് ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മതി. നിങ്ങൾക്ക് ഇനി എക്സസൈസ് ചെയ്യാൻ പറ്റുമോ, എക്സസൈസ് ചെയ്യുന്നതിനെ കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡോക്ടേഴ്സിനോട് നേരിട്ട് ചോദിക്കാൻ ഡോഫോഡി ആപ്പ് ഉപയോഗിക്കാം. ലിങ്ക് നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെ കാണാം. എക്സസൈസിനെ കുറിച്ച് ഞാൻ ഒട്ടനവധി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഈ പ്ലേലിസ്റ്റിൽ സമയം കിട്ടുമ്പോൾ കാണുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി, and thank you so much for watching. Bye bye.